അതാ ഞാൻ പറഞ്ഞത്. മിന്നു ഇവിടെ ബാഗ് ഉണ്ട് 25. ആ നന്ദു അതെന്ത് മഴയാ ഇത്ര സമയം പൊരി വെയിലേനു. അങ്ങനെ CBSE ഉണ്ട്. അഴകിയ ലൈല കാണിച്ചല്ലേ, അഴകിയ ലൈല ടുടുടുടുടു. ട്രെയിനിലെത്തിരി കുറച്ച് ലിപ്സ്റ്റിക് കുറഞ്ഞു കുട്ടിക്ക്. കേരളത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. വെട്ടി വിഴുങ്ങുകയാണ് ഗൈസ്, വെട്ടി വിഴുങ്ങുകയാണ്. ബലൂൺ എടുത്ത് പൊങ്ങായിട്ട് ഇങ്ങനെ മേലെ എടുത്ത് പിടിച്ച പോലെ ഉണ്ട്. അമ്മയാണ് ഗൈസ്, നന്ദുവിന്റെ ആദ്യത്തെ മെട്രോ ആണ്, അതും അണ്ടർഗ്രൗണ്ട് വഴി. ബിരിയാണി ഇരട്ടി പൈസ ആവുന്ന KSRTC ബസ് ഉണ്ട്. ഇവിടെ KSRTC ബസ്സിൽ പൈസ ഇല്ല, സ്ത്രീകൾക്ക് പൈസ ഇല്ല. വേവ് കുറഞ്ഞ സാറിൽ നമ്മ കുറച്ച് വേപ്പിക്കാം. എന്തു ഒരുപാട് വന്നാ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 7 മണി. വേറൊന്നുമല്ല, നാട്ടിൽ നിന്ന് എഗെയിൻ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയും പൊന്നും നന്ദുവും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 2 ദിവസത്തേക്ക് വരുന്നതാണ്, സാറ്റർഡേ സൺഡേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വരുന്നതാണ്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടാടൻ പോയിട്ടില്ല, കാരണം അമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനറിയാം. വലിയ സാധാരണ കുട്ടാടൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നതാണ്. പക്ഷെ അമ്മക്ക് ഇങ്ങോട്ടേക്ക് വരാനാകുന്നത് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ പകുതി വരെ പോകാമെന്ന് വെച്ചാൽ ലഗേജ് എല്ലാം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെയാണ് അവർ നടന്നിട്ട് വരുന്നത്. ഞാൻ കുറേ കാലം കൂടിയിട്ട് 7 മണിയെല്ലാം കാണുന്നത്. ആ ദിവസം കൂട്ടാണ് ഉറങ്ങുന്നത്. അപ്പം ഞാൻ വരുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത്രയല്ലേ പോകുമ്പോൾ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ചെന്നൈ മോർണിംഗ് നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് വരാം. കോലയെല്ലാം ഇട്ടിട്ടുണ്ട്, കോലം പോട്ടിറക്ക് പശു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റായി, അടിപൊളി. ആക്ച്വലി ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അവർ വന്നിട്ട് നമുക്കെവിടെയും പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒറ്റയ്ക്ക് അവരെ കൂട്ടാൻ പോകുന്നതാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെല്ലാം കൂടി ഒറ്റ ബ്ലോഗേ ഉണ്ടാവും, അത് വന്നത് എല്ലാം കൂടിയിട്ടില്ല. അപ്പം ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട, വെറുതെ ചടപ്പൻ. അതുകൊണ്ട് എല്ലാം കൂടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വേസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. രാവിലെ തന്നെ എല്ലാ ആൾക്കാരും വരും. ഇവർ പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയുണ്ട്, വലിയ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. മിന്നു ഇവിടെ ബാഗ് ഉണ്ട് 25. ഞാൻ കണ്ട് അതെടുക്കണ്ട, അത് ഞാൻ എടുക്കാം. അതെ നമ്മ തലയിൽ വെച്ച് വരുന്നുണ്ട്, എന്തായാലും ബ്ലോഗ് എടുക്കണം. വാ ഗായ്സ്, എന്താണ് ഗായ്സ് കളിക്കുന്നത്? കമോൺ ഗായ്സ്. കൂടെ അതെ ഫസ്റ്റത്തെ ലൈറ്റ് നമ്മ ഫാൻ്റെ ഇപ്പുറത്തല്ലേ എല്ലാം കൂടി ചത്തു. ഓടുത്തു സുഖു വാറ എന്റെ പൊന്നിയുടെ ആടില് മണ്ണിനെ നോക്കിയിട്ട്. ആ വാ വാ, ഓ മെല്ലെ വരുന്നുണ്ട്. ആരാ ഉള്ളതൊന്നും അറിയില്ലേ. വാ വാ, ഇവിടെയൊക്കെ മെല്ലെ വരുന്നുണ്ട്. ആരാ ഉള്ളതെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് മെല്ലെ വണ്ടി വരും. വരുന്നുണ്ടേ? ആ വരട്ടെ, നിങ്ങളില്ലെന്ന് അറിയില്ല, അതുകൊണ്ടാണ് വരുന്നത്. മുഖഭാവം മാറിയണ്ട.
ആരാ കുട്ടി സ്തംഭിച്ചു പോയി. ഇപ്പൊ വേണമെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടൂ. കുട്ടി ആലോചിച്ചൊരു നിമിഷം നിന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടാൻ വേണ്ട. അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ട്. വാ ഏതെല്ലാം ആണെയാണെന്ന് രാവിലെ തന്നെ വന്നിരുന്നു. ഇടാടല് മണ്ണിനി. ആ നന്ദു അങ്ങ് വീഡിയോ കോൾ ചെയ്താലും ചിരിക്കുന്നുണ്ട്. ഇവിടെ വീഡിയോ കോൾ ചെയ്ത് എല്ലാരോടും ചിരിക്കും. അടപ്പുതി ഇങ്ങള് മറ്റേ റാഗ് ചെയ്യുന്നപോലെ പിന്നെ ഞാനെന്ന് വേഗം ഗായ്സ് മഴ പെയ്യ. അതെന്ത് മഴയാ? ഇത്ര സമയം പൊരി വെയിലേനു. മഴ പോകാറ് എത്ര സമയം പൊരി വെയിൽ. ആ വാ ഫസ്റ്റ് അൺബോക്സിങ്. മത്തി അൺബോക്സിങ്. ആ ചായ ചായ കത്തി വേണോ? അതാ ഞാൻ പറഞ്ഞു നമ്മള് ജസ്റ്റ് മിസ്സാന്ന്. നോക്കറ എന്തൊരു മഴയാ. ഇപ്പൊ എട്ടി എടുത്തിട്ട് നമ്മൾ ഏടെ ഓടാനാന്ന്. എന്നാലും എന്തിനാ കൊടയെടുത്തിന്റെ ആവശ്യം എന്നാന്ന്? ആ അത് തരാം മോളെ. ഫിഷ് അൺബോക്സ്ഡ് നിന്റെ വീട്ടിലുണ്ടായതാ? പാഷൻ ഫ്രൂട്ടില്ലേനും പാഷൻ ഫ്രൂട്ടില്ലേനും അല്ല പിന്നെ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ. നമ്മളെ ടേസ്റ്റ് പിന്നെ ജ്യൂസ് അടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ വെച്ച് പ്രാവശ്യം ഞാൻ വെച്ച് ഇവളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് കൊണ്ടുത്തരുമെന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് പിന്നെ പറഞ്ഞിട്ടില്ല അഥവാ ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. എന്നാ ആന്നാ അങ്ങനെ ഒരു സാധനം. ചട്ടി ചട്ടി എടേ ഈടെ താമരത്തിണ്ടമ്മേ നല്ല ചട്ടി. പക്ഷെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങണ്ടേ സൂപ്പർ കുഞ്ഞി ചട്ടി അല്ലേ? ആ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പർ. നമുക്ക് ചട്ടി കൊണ്ടത് നമുക്ക് എൻ്റെ വകയും കുട്ടാൻ്റെ വകയും വാതുവിൻ്റെ വകയും തയ്യും. ഇതൊന്നും ഇങ്ങനെ ഇരുന്നിനി. ഹലോ ഗൈസ്, അങ്ങനെ എല്ലാം കുറച്ച് പെട്ടി ഷോ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റ്. ഡയലോഗ് എന്തിനാണ് മറ്റേ അയാളെ ഭാര്യയുടെ ഡയലോഗ് ഇംഗ്ലീഷ് പറഞ്ഞു മടുത്തു. ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, നാലാമത്തെ ബാക്കിൽ പാവോ നമ്മള് കൂട്ടത്തിലേ നടക്കൂല അത് പറഞ്ഞു. അവരാണുങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ പുതിയ കാലഘട്ടം മാറിയോണ്ട് ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നടക്കും, അവർ ബാക്കിൽ നടക്കും. നമ്മള് മറീന ബീച്ചിൽ പോകുന്നത് ഗൈസ്. ഇന്ന് വെയിലും മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ബീച്ച് ഒരു നല്ല ഓപ്ഷനാണ്. CBSE ഇതാ, CBSE ഉണ്ട്. അപ്പൊ ഗൈസ് ആദ്യമോൻ സൈലന്റ് ആണ്. ഇവരെല്ലാം ഒച്ചപ്പാടും ബഹളവും കൊണ്ട് ആദ്യമോൻ സൈലന്റ് ആയിപ്പോയി. അഴകിയ ലൈല ടുടുടുടുടു. അതെ ഇവളത് സ്റ്റൈല ടുടുടുടുടു. കുട്ടാട്ടയുടെ മാറി നിന്നിട്ട് നമ്മൾ ആരും കുടുംബക്കാരില്ല എന്നുള്ള രീതിയിൽ, നമ്മളുമായിട്ട് യാതൊരു ബന്ധവും എന്നുള്ള രീതിയിൽ. ഓ നമ്മൾ മൂന്നാളും കറുപ്പല്ല, നിങ്ങളും കറുപ്പ്, കുട്ടികളും കറുപ്പ്, ഞാനും കറുപ്പ്. ഓ മൈ ഗോഡ്. ആ
ഇവർ താഴെ കറുപ്പ് നമ്മൾ മേലെ കറുപ്പ്. അത് മാത്രം ഒരു തരത്തിലും മേച്ചാണ്ട് നല്ല രസമുണ്ടല്ലേ നല്ലൊരു സൈഡ് വ്യൂ. ട്രെയിനിലെത്തിരി കുറച്ച് ലിപ്സ്റ്റിക് കുറഞ്ഞു പോയി കുട്ടിക്ക്. വീട്ടിൽ വെയിലുള്ള പോകുന്നതിന് ലിപ്സ്റ്റിക് പാടില്ലാത്ത പോകുന്നതിന് ഇംഗ്ലീഷ് പറഞ്ഞു മടുത്തോ. അതെ അതെ കൂട്ടാണ്ടറിയാൻ 2 സ്റ്റോപ്പുകളും അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം. കൂട്ടാണ്ടറിയാം ഉറക്കം വന്നിട്ട് നോക്കറ കണ്ണല്ലോ. കൂട്ടാണ്ട് അനുസരിച്ച് പുറത്തിരിക്കുന്നേ ഒരു ബന്ധമില്ലാത്ത പോലെ. നീ ഏതാണ്? ഈ ക്യാമറയിൽ എന്നാ നല്ല ഗൈസ്. മഴ നമ്മളെ ചതിക്കോന്നറിയില്ല. മഴ പോകുമെന്ന് വിശ്വസിച്ച് നമ്മളിത് നടന്നു നീങ്ങും. വീഡിയോ ഒന്നും ചാണകം ഉണ്ടാവില്ലേ അല്ലേ? ഇവിടെ ഒന്ന് ചേച്ചി ഇവിടെ ഒന്നും ചാണകം ഉണ്ടാവില്ല. പൊന്നു വേഗം പോയി ചാണകം മഴ പെയ്യല്ലേ. കേരളത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. കാണുന്നില്ലേ? ഡ്രൈവർ സീറ്റിൽ 2 ആൾക്കാർ സീറ്റിൽ ഇവിടെ സുഖമായിട്ട് പോകാം. ഇവിടെ ഒരു പ്രശ്നമില്ല. ഗൈസ് നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയാണ്. ഓ മൈ ഗോഡ് എൻ്റെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു. ഓ ബലൂൺ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇല്ലാണ്ടായി കുട്ടാണ് ആ ഫോട്ടോ അയച്ചു തരും നിൽക്കണേ. സരിഗമപ്പ തമിഴ്. ഇതെന്നാത്ത ജീവി പശു എൻ്റെ മോനെ സത്യം. ഇത് നോക്കറ അവസ്ഥ എപ്പോഴും ഇങ്ങനെ വെള്ളമടിച്ചിട്ട് അവിടെ കിട്ടിറങ്ങാനാണ് വെള്ളമടിച്ചിട്ട് എപ്പോഴും ഉണ്ടാവും. ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ കുറച്ച് നേരത്തെയാണ്. വെട്ടത്തും വെളിച്ചത്തിലും ആദ്യമായിട്ടല്ല അമ്മ കാണുന്നുണ്ടാവാ. വെട്ടവും വെളിച്ചമുള്ള സമയത്ത് നമ്മൾ ഇതിലോട്ട് എല്ലാം വന്ന അന്ന് അപ്പുറത്തൂട്ടാ ഷോപ്പിങ്ങിന്റെ ഉള്ളിട്ടാ. അന്ന് കുറെ ദൂരമുള്ള പക്ഷെ ഇല്ല അമ്മേ. അന്ന് നമുക്കങ്ങനെ തോന്നിയതാ. അതുകൊണ്ട് രാത്രിയല്ല, അതുകൊണ്ട് നല്ല ക്ലൈമറ്റാ. മഴയുണ്ട്. അന്ന് നമ്മൾ അതിനോട് ഷോപ്പിങ്ങിന്റെ ഉള്ളൂട്ടേ വന്ന്. ആടൂന് വെള്ളോണി കിട്ടിയോ? വെള്ളോണി കിട്ടിയോ? കേരളത്തിലെ ബലൂണാണ്. കേരളത്തിന്റെ ബലൂണെല്ലാം കിട്ടിയിട്ടുള്ളത്. ഫോട്ടോ എടുക്കുക. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ബാക്കോട്ട് നിന്നാ മതി. ഒച്ചാക്കണ ഒച്ചായിക്കോ എന്നാലും രസം ഉണ്ടാവും. ഇങ്ങോട്ടുന്നോ
കളിക്കുന്നു. ഇല്ല പോവും. ഞാൻ കണ്ണടച്ചിരുന്ന് എണേ ഇപ്പൊ അടക്കി എണേ ഇപ്പൊ കണ്ണടക്ക സ്പീഡ് കൂടുന്നത്. മാറിക്കോ അനുസരിച്ച് പറയാം, മാറിക്കോ. സ്പെക്സ് വേണ്ടെന്ന് സ്പീഡ് കൂടുമ്പോക്കെ സ്പെക്സും ഉണ്ടാവില്ല. ഇനി മിണ്ടൂല. അതോട്ട് കളിക്ക് നോക്കിയാ അനുസരിച്ച് മുഖം നോക്കിയാ ഇറങ്ങി വരുമ്പോ എന്നായിരിക്കും നന്ദൂര് പേടിയൊന്നും ഉണ്ടല്ലോ. അനുസരി മേടിച്ചു വരും ഇതുപോലെ എല്ലാം ത്രെഡ് ചെയ്യാൻ പോകുമ്പോ. ഇല്ലടോ അന്ന് ഇവർക്ക് അച്ഛനുള്ള സമയത്ത് ഭയങ്കര അല്ലേ, അച്ഛനുള്ളവരും ഭയങ്കര. എടാ കുറച്ചു വേണം ഇരുന്നിട്ട് എണീച്ചായി. കുറച്ചു വേണം ഇരുന്നോ ഞാൻ നോക്ക് എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആണ്. കണ്ണു പൊട്ടിയോണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. പോലെ കണ്ണു പൊട്ടിയോണ്ട് ഒന്നും കറങ്ങുന്നേ. ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോ ഇവളെ പ്രശ്നം. അന്ന് ത്രെഡ് ചെയ്യാൻ പോകുമ്പോ ഇതുപോലെ നന്ദു ഒന്നും പേടിക്കണ്ട. നന്ദുവൻ അയ്യോ പേടിക്കുന്നത് പോയിട്ട് വരുമ്പോ നന്ദുവിനെ പേടിച്ചു. ഓള് കരിഞ്ഞ് വിളിച്ച് കുട്ടിക്ക് എടുത്ത് കൊടിയെടുത്തു. കൊട കൂട്ടാണ്ട് എടുത്താ എനിപ്പില്ലേ. അതൊന്നും സംഭവിച്ചിപ്പോ പേടിക്കാൻ മാത്രമേ ബീച്ച് കണ്ട് പേടിച്ചു. സാധുട്ടന് കടല് പേടിയായതുകൊണ്ട് കടല് കാണാൻ നിൽക്കുന്നില്ല. ആധുനിക കടല് കാണുമ്പോ ഒരു ബൈക്ക് ലഭ്യം ഭയം. രാത്രിയായി. അതിനിപ്പോ നമ്മൾ ഇവിടുന്ന് പോവാം. ആ മുടിയെല്ലാണ് ഫ്ലാട്ടിന്ന്. അൻസ്രീന്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ട് ഗൈസ്. ഞാൻ ഇതിന്റെ അടുത്ത പോസ്റ്റ് ചെയ്യാം. അടുത്ത റീലല്ലേ ഇത് ലാസ്റ്റ് കൊടുക്കാം. ഇനി മേലാണ്ടോള് ബീച്ചിൽ വരും. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ എടുക്കണം കേട്ടോ. ദീദിന്റെ അടുത്ത് പാടാ. ദീദി ഷാമ്പു ഫോട്ടോ വെട്ടി വെക്കുന്നു. ഓ പൂപ്പി ഉറങ്ങുന്ന പൂപ്പി. നാട്ടിലെ പട്ടികളെല്ലാം പൂപ്പി, പൂച്ചകളെല്ലാം കാത്തും പൂപ്പിയും. എടാ അതും നീൻ്റെ അകത്ത് കയറ്റുന്നു കേട്ടോ. ഇങ്ങനെ സ്ലോ ആയിട്ട് കറങ്ങുന്നതിൽ ഞാനും കറങ്ങണം എന്നേളും കൂടാ. നല്ല രസമുണ്ട് ഇന്ന് ബീച്ച് കാണാൻ. വാ
ഇവിടെ പൂഴിയിൽ മൊത്തം വെള്ളമായതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാം. എല്ലാം ഇങ്ങനെ വേച്ച് വലിച്ച് നടക്കേണ്ടി വരും അല്ലേ? പൂഴിയിൽ മൊത്തം പൂഴിയാണെന്നോ? ഈ പൂഴി മൊത്തം പൂഴിയാണ്. കടപ്പുറത്ത് മൊത്തം പൂഴിയാണ്. അതാ വരട്ടി. ഈ കടപ്പുറത്ത് മൊത്തം പൂഴിയാണ്. എന്നാ ഭംഗിന്നാ. വാ, ഇവിടെ മറ്റേ മരുഭൂമിയിലെ മറീന ബീച്ച്. ടാറ്റാ, സീ യു സൂൺ. നമ്മൾ ഇടക്കിടക്ക് സൂണും. അനുസരിന് എയിമിട്ട് നടക്കുന്നുണ്ട്. ആ പിടിക്കുക. ഒരു ഷോർട്സിന് കൂടി എടുത്ത് ഷോർട്സിന് കൂടി ആ പൊക്കെ പോകുന്നു. പേടിയുണ്ട് പേടിയുണ്ട്. നിക്ക് നിക്ക്. ജയലളിത വെട്ടി വിഴുങ്ങുകയാണ് ഗൈസ്, വെട്ടി വിഴുങ്ങുകയാണ്. ഇവിടെ പറഞ്ഞ മസാല തേച്ചത് ശരിയായിട്ടാ. നോക്കുമ്പോ ഉപ്പിച്ചിട്ട് വായിലൊക്കെ വെള്ളത്തോടെ കഴിക്കാൻ കണ്ടു പറഞ്ഞു. പേപ്പർ ചുറ്റിട്ട് ബാഗിലിട്ടു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അപ്പുറത്തങ്ങ് ഇട്ടു. അമ്മ ഒരു 3 വയസ്സ് യങ്ങറായ പോലെ ഉണ്ട് അമ്മ അല്ലേ കുട്ടാട്ടാ? അമ്മ കുറച്ച് യങ്ങറായ പോലെ അല്ലേ? നിശാച്ചിനെ സ്മരിച്ചിട്ടുണ്ട് ബ്ലോഗില്. ആ ഇങ്ങനെ ചേച്ചി 11 മണിന്നാ. ആടൂഷ് ബലൂണിന് ഉമ്മ കൊടുത്തിട്ട് പോലെ. ബലൂണിനോട് ലവ് ആണോ? ലവ് വിത്ത് ബലൂൺ ആണ്. നോക്കറ അതിന്റെ കൊമ്പ് നോക്കറ. ബലൂൺ എടുത്ത് പൊങ്ങായിട്ട് ഇങ്ങനെ മേലെ എടുത്ത് പിടിച്ച പോലെ ഉണ്ട്. ചിരിക്കുന്ന നോക്കറ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. ഗൈസ് നമ്മൾ സെൻട്രലിലെത്തി. മാളിൽ നിന്ന് ബീച്ചിൽ നിന്ന് നന്ദുവിൻ്റെ ആദ്യത്തെ മെട്രോ ആണ്. അതും അണ്ടർഗ്രൗണ്ട് വഴി. ഇനി മെട്രോ വന്നല്ലോ. നന്ദുവിൻ്റെ ഫസ്റ്റ് മെട്രോ. ഇവിടെ ഫസ്റ്റ് സെൻട്രൽ മെട്രോ കയറിക്കോ. ഒരുമിച്ചിരുന്നോ? എയർപോർട്ടാണ്. ആ എയർപോർട്ടാണ്. ആദം ജെ മാധവ് നോക്കി. ഞാൻ ചത്തു ഗൈസ്, ഞാൻ ചത്തു. ചാവാത്തവരിവിടെ ഉണ്ട് ഗൈസ്. ഇനിയുണ്ട് ഒരു 2.25 മണിക്കൂർ. മെട്രോ എല്ലാരും വിളിച്ചു നോക്കുന്നുണ്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് മാളിലേക്ക് പോന്നു. ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് വീട്ടിലേക്ക് പോകാന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഈടുന്ന് കളിച്ചാലോ? ഞാൻ പറഞ്ഞു. ആ കേട്ടോ. എന്നാ ഒറിഗാനോ എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറുള്ള ഒരു സാധനമുണ്ട്. ഒറിഗാനോ ചീസാണ്. ഇതെടുത്തോ.
ബാക്കി നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ചില്ലി ഫ്ലേക്സ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് മതിയാ? ഇത് ഒന്ന് മതി. വേണമെങ്കിൽ ഇട്ടോ. ചൂട് അപ്പോൾ ഇതാ ഡേ 2 ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ടെറസിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ റീൽ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ആ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റു. പൊന്നൂനെ ഞാൻ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ വന്നിട്ട് റീൽ എടുത്തതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഹലോ ഗൈസ്, ഇന്ന് ഡേ 2. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ്. ഇന്ന് നമ്മളൊരു 5:30 എഴുന്നേറ്റു. നമ്മളല്ല, ഞാൻ. ബാക്കിയെല്ലാം 6 മണിക്ക്. ഇന്ന് ഷൂട്ട്, ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ സംഭവം മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിനിറ്റ് അപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞു. കൂട്ടാട റൂമിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടി നഗർ പോയിട്ട് നേരെ ഇവർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പം അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിന് ഇറങ്ങിയിട്ടല്ല, ഇതെല്ലാം പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ് പെരിങ്ങൽത്തൂരെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പൊന്നുണ്ട്, നന്ദുണ്ട്, അമ്മയുണ്ട്, അതുണ്ട്. കൂട്ടാണ് റൂമിൽ നിന്ന്. അപ്പം 11 മണിയായിട്ടായി. ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കൊരു മിനിമം ഒരു 2 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങണം. കാരണം ടി നഗർ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയാണ് കഥകൾ. ബാക്കിൽ ആൾക്കാർ വരുന്നു. നിങ്ങളെന്താ വരുന്നത്? അതുവിന് കുടയെടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ ക്യാപ്പ് കൊടുക്കാൻ വന്നത്. അപ്പം അമ്മ ടവലുണ്ട് ക്യാപ്പ് പോലാക്കി കൊടുത്ത്. ഇതാരെ പോക്കക്കുട്ടിയോ? ഇതാടെ ഉണ്ടെങ്കിൽ ശുങ്ങണി പാവം. ഇതിൻ്റെ അകത്ത് നിങ്ങളെല്ലാം കാണാൻ എന്തിനെടുത്തിട്ട് വന്നിനി? അത് നോക്കിയാ അമ്മ 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 അമ്മ. അമ്മേനെ കാണാൻ എൻ്റെ മോളെ പോലെയുണ്ട്. അമ്മയാണ് ഗൈസ്, അമ്മയാണ് ഗൈസ്. അമ്മ 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 അമ്മ. അമ്മമ്മയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ജനറേഷൻ്റെ ഫോട്ടോ എടുക്കാം. അതുപോലെ മാമനും രാശും ഉണ്ണിയും എൻ്റെ മോനും. സോറി, എനിക്ക് നിന്റെ പഴത്തോടൊന്നും വേണ്ട. അതന്നെ ബിരിയാണി ബിരിയാണി. ഉറങ്ങിയെന്ന് ഒറ്റപ്പരിഷ്കാരമാണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എസ്കലേറ്റർ ഇറങ്ങുമ്പോൾ അവന് ശരിയാ. അങ്ങനെ എല്ലാം കൂടി പൂട്ടും കെട്ടി ഇന്നലെ വന്നു. ദേ വന്നു ഇതാ പോയി. എൻ്റെ ക്യാപ്ഷൻ അതാണ്, ദേ വന്നു ഇതാ പോയി, ഇതാ പോയി. നോക്കിട്ട് അപ്പാ അതു അത് ചാട്ട് പോണോ പോട്ടാട്ട് പോണോ? തൂക്കരുത്. അതെ, അച്ഛനും മോനും ബാഗുകളും. മറ്റേ ബീച്ച് കണ്ടിട്ടില്ല ഒരു സ്ഥലം ബാഗ് നോക്കാൻ വേണ്ടിട്ട് ഒരു പോലീസുകാരത്തി. ആ വെച്ച് നോക്കുന്ന ആളെടുത്ത് എടുത്ത സൈഡിലെല്ലാം പോയിട്ടാണ്.
ആണ് ഇനി കൊറേ സമയം ഇനി നടന്ന് നടക്കുന്നേ. ഇത് കണ്ണ് കണ്ടില്ല ഇനി എന്തെങ്കിലും പറയും. ഹൽ 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 ഹൽ. കട്ടായി ഉണ്ണി പറഞ്ഞ കട്ടായി. റേഞ്ച് കട്ടായി. ഇല്ല അത് അപ്പഴേ ഫോട്ടോ എടുത്ത് അയച്ചിടാൻ ഞാൻ എന്റെ എടുത്ത് ആ ഓക്കെ അത് മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മളങ്ങനെ നമ്മള് മലയാളീസാ. പച്ചപ്പരിഷ്കാരി അമ്മ മറ്റേ കളർഫുൾ ആയിട്ടുണ്ട്. ആ ഹോളിക്കാര. ഓ കണ്ണട. കുട്ടീനെ കൊഞ്ഞനെ കാട്ടി തൊഴിഞ്ഞ ഇടക്ക് റേഞ്ച് കേട്ടാവും. അതോ പൊന്നു കേക്കുന്നുണ്ടേ. മൈൻഡ് ആക്കണ ഇങ്ങനെ കടം കണ്ട് നോക്കുന്നുണ്ട്. ഏതാണ്ട് ഇത് ആദമേ ഒന്നും വാങ്ങാനൊന്നുമില്ല, വെറുതെ കയറണം ടീ നഗറില്. ഒരു ചെന്നൈനെ കുറിച്ച് ഒരു 2 വാക്ക്. ആ പൊന്നൂര് വന്നിട്ട് ചാണകാണ്. പശുക്കളുണ്ട്. പൊന്നന്തു 2 വാക്ക്. ചെന്നൈ മഹാ അടിപൊളിയാണ്. നമ്മളെ നാട്ടില് KSRTC ബസ് ഉണ്ട് ഗൈസ്. ഇരട്ടി പൈസ വാങ്ങുന്ന KSRTC ബസ്. പ്രൈവറ്റ് ബസ് ഉണ്ട്. ഇരട്ടി പൈസ വാങ്ങുന്ന KSRTC ബസ്. ഇരട്ടി പൈസ വാങ്ങുന്ന KSRTC ബസ് ഉണ്ട്. ഇവിടെ KSRTC ബസ്സില് പൈസയില്ല, സ്ത്രീകൾക്ക് പൈസയില്ല. അതുപോലെ തന്നെ ഇവിടെ ബസ്സിന് പകരം ട്രെയിനാണ്. അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ട്രെയിനിന്റെ മാക്സിമം ചാർജ് 10 രൂപ. സ്ത്രീകൾക്ക് നല്ല റിസർവേഷൻ. അതാ ട്രെയിൻ വരുന്നു ഗൈസ്. അതെ കുട്ടാണ്ടൊന്നല്ലല്ലോ. അല്ലല്ല അത് പറയാം. ട്രെയിൻ വരുന്നുണ്ട്. വാ അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അല്ല സോറി, എക്സ്പ്രസ് ആണ്. ഗൈസ് ടി നഗർ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് ഒന്നും നടന്നില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ തിരിച്ചു പോകണി ഗൈസ്. സെൻറ്ററിലെത്തി. ഒരുപാട് ഇവിടുത്തെ പോകില്ല. പച്ചപ്പരിഷ്കാരി. അപ്പോൾ നമ്മൾ സെൻറ്ററിലെത്തി. മഴക്കാറുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ ആ ദിവസം വിശന്നിട്ട് കരച്ചലായിരുന്നു. നടന്ന് ഇറങ്ങിയത് മുതലൊന്നും എടുക്കാൻ പറ്റില്ല. ഓടി പർച്ചേസിങ് ആയിരുന്നു. ഒരു കടയിൽ നോടുന്നു, അപ്പുറത്തെ കടയിൽ കയറുന്നു, അപ്പുറത്തെ കടയിൽ ഇറങ്ങുന്നു. തന്നെ അങ്ങനെ പോവാണ് നമ്മളെല്ലാവരും. പറക്കുന്തളിക
കുട്ടീനെ മുഖത്താക്കറ് നിങ്ങൾ ഓനാക്കോളൂ. ഇനി ഇത് എടുത്ത് വെക്ക്. എനിക്ക് കവറിലെടുത്തിട്ട് എടുക്കാം. സമയമുണ്ട്, പക്ഷെ എനിക്ക് ബാത്റൂമിൽ നിന്നുണ്ട്. നല്ല കാറ്റ് അമ്പടോ. എല്ലാം ഇത് കാണണേ നമ്മൾ പറഞ്ഞ അതുണ്ട് റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല സ്ഥലേ. അയ്യോ ബേക്കോട്ടേക്ക് വന്ന റെസ്റ്റോറന്റ് ആണ്. ആ അതിൻ്റെ ഉള്ളില് ഇതെല്ലാം നോക്കി വെച്ച് ഇങ്ങനെ ഒറ്റക്കല്ല ഇങ്ങോട്ടേക്ക് വരണ്ടേന്ന്. ആ അത് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ചിന്നേച്ചിക്ക് സർപ്രൈസ് നമ്മളെ രണ്ടാളും ഒറ്റയ്ക്ക് വരണം. പക്ഷെ ബോബ് പറഞ്ഞ അമ്മേനോട് ചോദിച്ചാലും അമ്മൻ തമ്മിൽ പോയി നിങ്ങൾ ഒറ്റക്കാ. പിന്നെ എന്റെ വീട്ടിൽ അപ്പുറത്തോടെ വീട്ടിൽ നോളൊക്കെ. അതല്ല കോമഡി. അതല്ല നന്ദു പറയാം ചിന്നേച്ചിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടാളും വരും. രണ്ടെണ്ണം ബോബ് പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ അത് പണ്ട് എന്തോ പറഞ്ഞാൽ ഷോജ പറഞ്ഞു വേവ് കുറഞ്ഞ സാറിൽ നമുക്ക് കുറച്ച് വേപ്പിക്കാം. വെന്തു അപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. എങ്ങനെയല്ലോ തട്ടിമുട്ടിയിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്നു. നല്ല കാറ്റ് നോക്കണം. കാറ്റ് നോക്കരുത്. പോവാണ് ഗൈസ്. ഇങ്ങനെ അവര് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സൈഡാണ്. ഇപ്പൊ ഫുഡ് കഴിച്ചോ? അതുകൊണ്ട് അങ്ങനെ ഉറക്കത്തിന് അങ്ങേറ്റം ആ നല്ല സൂപ്പർ ആയിരിക്കും. വേഗം കഴിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചോട്ടെ. റെഡിയാണ്. നിങ്ങൾ കഴിച്ചിട്ട് എപ്പോഴല്ലേ സെറ്റ് ആയിട്ട് പറയും. ബൈ. വീണ്ടും ഇതിലേക്ക് ഒരുപാട് ഓർത്തു ഗേൾസ് എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അവർ തിരിച്ചു പോവാണ്. 2 ദിവസമൊന്നുമില്ല, കഴിഞ്ഞ ശനിയാഴ്ച വന്നു, ഞായറാഴ്ച തിരിച്ചു പോകുന്നു. അപ്പോൾ ട്രെയിൻ വിടാനൊന്നും ഞങ്ങൾ കാത്തു നിന്നിട്ടില്ല. കാരണം ആ ദിവസം കരയുന്നതുകൊണ്ട് വേഗം തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ ഫുഡൊക്കെ എടുത്തിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർ കഴിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവരെ ട്രെയിനിലാക്കി നമ്മൾ വേഗം തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.